ഒരാളുടെ അഭാവത്തിൽ അയാളുടെ അനുമതിയില്ലാതെ മൊബൈൽ ഫോൺ തുറന്നിട്ട് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എടുക്കുക, വാട്സപ്പ് പരിശോധിക്കുക, ഗാലറി ഓപ്പൺ ചെയ്യുക, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നിട്ട് പരിശോധിച്ച് നോക്കുന്ന ദുഷിച്ച സ്വഭാവമുള്ള ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും നമുക്കുണ്ട്. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും കൈമാറി വെച്ചാലാണ് ഇത്തരക്കാർ നമ്മുടെ മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും തുറന്നിട്ട് എന്തെങ്കിലും ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്തത്, അയാളുടെ ഫോട്ടോ സഹിതം അയാൾ എന്തൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്, എത്ര സമയത്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ വ്യക്തമായ വിവരങ്ങൾ നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, ഫേസ്ബുക്കിലുള്ളവർക്ക് മുകളിൽ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകളെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ്. ഇനി ഇവിടെ നെക്സ്റ്റ് പോകേണ്ട ബട്ടൺ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് 5 പേജോളം മറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പവർ ബട്ടൺ കാണാൻ സാധിക്കും. ആ പവർ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ പെർമിഷൻ ചോദിക്കും, അത് നിങ്ങൾ അലോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വരും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ഞാനൊന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസേജ് ആക്സസിനകത്തേക്കാണ് പോകുക. ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് ഇതുപോലെ അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെയുള്ള രണ്ടാമത്തെ പെർമിഷൻ നിങ്ങൾ ഇതുപോലെ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. അത് നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കേണ്ട ഓപ്ഷനാണ്. ജസ്റ്റ് ആ ബട്ടൺ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷന് നോട്ടിഫിക്കേഷൻ അലോ ആകും. ഇതോടെ നമ്മുടെ പെർമിഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് താഴെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ ഡു നോട്ട് ഷോ അഗെയിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ ഓണായി കിടക്കുന്നുണ്ടാവും. ഇത് ഓണായാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുള്ളൂ. ഇത് എല്ലാ സമയത്തും ഓണായി കിടക്കണം. ഇനി നമ്മൾ ഫോൺ ലോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ, അത് പാറ്റേൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയായാലും നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ ഉടനടി അവരുടെ ഫോട്ടോ ഇത് ക്യാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പ്ലേ സ്റ്റോറും യൂട്യൂബും വാട്സപ്പും ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണിൽ അവരെന്തൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇതിൽ സേവ് ആകുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഈ 3 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതാണ് നിങ്ങൾക്ക് ആ സെറ്റിങ്സിനകത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനി അവരിതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യുകയാണെന്ന് കരുതുക. ഇനി നമുക്ക് മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് സംശയമുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മുടെ ഫോൺ എടുത്തൊന്ന് സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ 2 എണ്ണം കാണാം. ഇത് ഞാൻ അവസാനം ഞാൻ തുറന്നതാണ്. അത് നോക്കേണ്ട, തൊട്ട് മുൻപേ ആരാ തുറന്നതെന്നുള്ളത് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. 13 തവണ എൻ്റെ ഫോണിൽ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ അവരുടെ ഫോട്ടോ ഉണ്ടാവും ഇതുപോലെ. ഇതിപ്പോൾ ക്യാമറ മറയുന്നത് ഞാൻ ക്യാമറ എടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ അവർ ഇപ്പോൾ ഞാൻ നേരത്തെ പ്ലേ സ്റ്റോറും യൂട്യൂബും വാട്സപ്പും ഗാലറിയൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു. ഞാൻ അതൊന്നും കാണിക്കാതിരുന്നതാണ്, വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ട്. ഓക്കെ, ഇതുപോലെ എത്ര തവണ തുറന്നു, ഏതൊക്കെ സമയത്ത് തുറന്നു എന്നൊക്കെ ഉള്ള വളരെ വിശദമായ ഡീറ്റെയിൽസും അയാളുടെ ഫോട്ടോയും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് വേണം ഫെയിൽഡ് അൺലോക്ക് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യണം. ഈ ക്യാപ്ചയൊക്കെ കൊടുത്തിട്ട് താഴെ ആക്റ്റീവ് ബട്ടൺ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ ക്യാപ്ച കൊടുത്തിട്ട് ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചവരുടെയും ഫോട്ടോ കിട്ടും. പക്ഷേ ഇത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ അത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആക്റ്റീവ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോണ് ലോക്ക് ചെയ്ത ഫോൺ ആരെങ്കിലും അൺലോക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അവരുടെ ഫോട്ടോ ലഭിക്കും. അത് വേണ്ട, തുറന്നവരുടെ മാത്രം മതിയെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും ഇത് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സാധാരണ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു വാർണിംഗ് വരും, ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് അവിടെ കാണുന്ന ആ ബട്ടണിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ക്യാപ്ചയെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ആ ക്യാപ്ചയെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ആക്ടിവേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻ ഓണായി കിട്ടുക. ഞാനൊന്ന് കാണിച്ചു തരാം. ആക്ടിവേറ്റ് കൊടുത്തു. ഇനി ഇതിനകത്ത് നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് കണ്ടെത്തുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആക്ടിവേറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.